നമുക്കിന്ന് ഒരു നെയ്ച്ചോറ് കറി വെച്ചാലോ. നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ പറയുന്നത് ഈ വെളുത്ത നെയ്മിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു ചോറ് എന്നും വെക്കുന്ന മീൻ കറിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് വെക്കുന്നത്. മോള് പറഞ്ഞു തന്ന ഒരു രീതിയുടെ കൂടെ പിന്നെ എൻ്റെ കുറച്ച് ഐഡിയാസും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ മീൻ കറി വെക്കുന്നത്. അപ്പം നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, ഇതാ നോക്കി നമ്മുടെ ചൂരക്കറി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് നേരം ഒരു അരമുറി നാരങ്ങ നീര് പുരട്ടി വെക്കുക, അതിൻ്റെ ഉളുമ്പ് മണം എല്ലാം മാറാനായിട്ട്. അത് കഴിഞ്ഞ് ഞാനൊരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തു, നന്നായിട്ട് വാഷ് ചെയ്ത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചേർക്കാനായിട്ട് 3 കഷ്ണം ഇഞ്ചി, ഒരു നല്ല 3 കഷ്ണം പുളി, ഒരു 10 കഷ്ണം ചുമന്നുള്ളി, ഒരു 15 കഷ്ണം വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പം നന്നായിട്ട് അരയണ്ട. എന്നിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ നമ്മൾ പൊടിച്ച് വെച്ച ഇത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ വന്നപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട്. കുറവാണ് കറിവേപ്പില. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ അത് പച്ചമുളക് പൊടിയായിട്ട് നന്നായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തു. പിന്നെ വറുത്ത് വെച്ചേക്കുന്ന മല്ലിപ്പൊടി ആയതുകൊണ്ട് അത് അധികം ഫ്രൈ ചെയ്തില്ല, 1 സ്പൂണ്. അപ്പോൾ 2:1 ആണ്. ഞാൻ 1/2 കിലോ മീനാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് 2:1 അനുപാതത്തിലെടുത്തു. ഏത് സമയത്തും നമ്മൾ മീൻകറി വെച്ചാലും 2:1 ആണ് അതിൻ്റെ അനുപാതം നല്ലത്. ഇത് വന്നിട്ട് മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചു. നന്നായിട്ട് വെള്ളം ഒഴിക്കണം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ ചൂട് വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഈ നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന പുളിയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും ഞാൻ നന്നായിട്ടത് ഇളക്കി നല്ല തിളച്ച് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് പറക്കിയിട്ടിട്ട് ഞാൻ അടച്ചു വെച്ചപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് സമയം വെച്ചു. തുറന്നപ്പോൾ ഈ കണ്ടീഷനായി. അതിനുശേഷം വീണ്ടും ഞാൻ സിമ്മിലിട്ടിട്ട് ഒരു 40 മിനിറ്റോളം ഞാൻ വേവിച്ച് വെച്ചു. അപ്പോൾ അതാണ് മോള് പറഞ്ഞു തന്ന ടിപ്പ്. നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ കുറേ സമയം വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ആ പുളിയുടെയൊക്കെ ടേസ്റ്റ് നല്ലതായിട്ട് ഇറങ്ങിയിട്ട് നല്ല കറിയായിട്ട് കിട്ടുമെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട്, കുറവായിരുന്നു കറിവേപ്പില. അപ്പം നോക്കിയേ ഈ മീൻകറി എങ്ങനെയുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. പ്ലീസ് സബ്സ്ക്രൈബ്.